നമസ്കാരം. നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ലീനിയർ ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്നതാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാമ്പിൾ ഇതാണ്. വി ഹാവ് ടു സോൾവ് യു എക്സ് പ്ലസ് യു വൈ ഈക്വൽ ടു 0 using separation of variables. We need to solve ux plus uy equal to 0. Separation of variables വെച്ചിട്ട് നമുക്കിതിനെ സോൾവ് ചെയ്യണം. സോ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റെപ്പ് ഇസ് വി അസ്യൂം ദ സൊല്യൂഷൻ ടു ബി യു ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ, വെയർ യു ഈസ് ദി dependent variable here and x is the independent variable, y is the independent variable. So corresponding to the independent variable x, we write capital X. Corresponding to the independent variable y, we write capital Y, and u is the dependent variable. So x and y are solutions, functions of x, small x and small y. So we substitute. ഇനി എന്ത് ചെയ്യും, യു എക്സും യു വൈയും കണ്ടുപിടിക്കും അല്ലേ, എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ യു എക്സ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, എക്സ് ഡാഷ് വൈ വരും. ആൻഡ് യു വൈ എന്ന് പറയുന്ന എടുക്കുമ്പോൾ യു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. യു വൈ ഈക്വൽ ടു എക്സ് വൈ ഡാഷ്, ഇതാണ് നമ്മളുടെ യു എക്സും യു വൈയും. സോ എന്ത് ചെയ്യും, നമുക്കിത് രണ്ടുമിനെ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും. സോ വി വിൽ ടേക്ക് യു ഇൻറ്റു എക്സ് വൈ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. സോ ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതി വയ്ക്കുകയാണ്. ഇനി വി സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻ 1. ഇത് ഇൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്ക് വി വിൽ ക്യാൻ റീറൈറ്റ് ദ ഫസ്റ്റ് ഇക്വേഷൻ ആസ് എക്സ് ഡാഷ് വൈ അല്ലേ, എക്സ് ഡാഷ് വൈ കളർ കൊണ്ട് എഴുതാം. ഓക്കെ, സോ എക്സ് ഡാഷ് വൈ പ്ലസ് വൈ ഡാഷ് എക്സ് ഓർ എക്സ് വൈ ഡാഷ്, എക്സ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടും. ബിക്കോസ് യു എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ, യു വൈ ഈക്വൽ ടു എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0. സോ വെൻ യു ടേക്ക് എക്സ് വൈ ഡാഷ് ടു ദി അതർ സൈഡ്, നമുക്ക് എന്ത് കിട്ടും, എക്സ് ഡാഷ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് വൈ ഡാഷ് എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ, വെൻ യു സെപ്പറേറ്റ് ദ വേരിയബിൾസ്, എക്സ് ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു മൈനസ് വൈ ഡാഷ് ബൈ വൈ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി സെപ്പറേറ്റ് ദ വേരിയബിൾസ്. ഇനി എന്ത് ചെയ്യും, നമുക്ക് കോൺസ്റ്റൻ്റ് എഴുതണം. സെപ്പറേഷൻ ഓഫ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന എന്താണ്, ഈ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ എഴുതിയേക്കുന്ന ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് കെയിനോട് ഇക്വലൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, വി ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു കെ, 2 ഇക്വേഷൻസുകളാക്കിയിട്ട് നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് സെപ്പറേഷൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്, എക്സ് ഡാഷ് ബൈ എക്സ് എന്ന് പറയുന്നതും കെ ആണ്, അതുപോലെ തന്നെ മൈനസ് വൈ ഡാഷ് ബൈ വൈ എന്ന് പറയുന്നതും കെ ആണെന്ന് പറഞ്ഞ് നമ്മളെടുക്കും. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനെ നമുക്ക് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഈ ഇക്വേഷനെ നമ്മൾ എന്താക്കി മാറ്റും, സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നൗ വി നീഡ് ടു ഇൻ്റഗ്രേറ്റ് ദിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഇൻ്റഗ്രൽ കെ ഡി എക്സ് വരും. ആൻഡ് ദിസ് വി നീഡ് ടു ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, വട്ട് വിൽ യു ഗെറ്റ്, ഇൻ്റഗ്രൽ എക്സ് ഡാഷ് ബൈ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. ആൻഡ് വെൻ യു ഇൻ്റഗ്രേറ്റ് ദിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, യു വിൽ ഗെറ്റ് ലോഗ് മോഡ് എക്സ് ഓർ ലോഗ് എക്സ് അല്ലേ, is equal to k dx. K is a constant, so we can take k outside. Integral dx എന്ന് പറയുന്നത് എന്തുവരും, എക്സ് പ്ലസ് നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനും ഉണ്ട്, ദാറ്റ് ഈസ് സം എ ഡാഷ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇതിൽ ഇനി നമ്മൾ ആൻറ്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു ഇ റേസ് ടു കെ എക്സ് പ്ലസ് എ ഡാഷ് എന്ന് പറഞ്ഞ് എഴുതും. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു കെ എക്സ് ഇൻറ്റു ഇ റേസ് ടു എ ഡാഷ്. എ റേസ് ടു എം എൻ is equal, a raised to m plus n is equal to a raised to m plus a raised to n. പവർ ഫങ്ഷൻസുകളുടെ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ ഇ റേസ് ടു കെ എ ഡാഷ് എന്ന് പറയുന്നത്, ഇ റേസ് ടു എ ഡാഷ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ശരിയല്ലേ. എ ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് എ ഡാഷ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, ഇ ഈസ് അഗെയിൻ എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. സോ നമുക്ക് എന്ത് എഴുതാം, ഇ റേസ് ടു എ ഡാഷ് ഈസ് അനദർ കോൺസ്റ്റൻറ്റ് എ എന്ന് പറഞ്ഞ് എഴുതാം. സോ ദിസ് ഈസ് ഇക്വൽ ടു എ ഇ റേസ് ടു കെ എക്സ്. സോ എക്സ് ഈക്വൽ ടു എ ഇ റേസ് ടു കെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി.
ഇതേപോലെ തന്നെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡിനോമിനേറ്റർ വൈ ആണ്, ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ എന്ത് നമുക്ക് എഴുതാൻ പറ്റും? വി ക്യാൻ റൈറ്റ് ദിസ് ആസ് മൈനസ് പുറത്തിരിക്കുന്നുണ്ട്, ലോഗ് വൈ ഇസ് ഈക്വൽ ടു, ഇവിടെയും ഇൻ്റഗ്രൽ ഉണ്ട്, ഇൻ്റഗ്രൽ കെ ഡി വൈ ആണ് നമുക്കുള്ളത്. സോ കെ ഡി വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? കെ ഇൻറ്റു വൈ പ്ലസ് ബി ഡാഷ് എന്ന് പറഞ്ഞ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി മൈനസ് ലോഗ് വൈ എന്ന് പറയുന്നത് എന്താണ്? ലോഗ് വൈ റേസ് ടു -1 അല്ലേ? ലോഗ് വൈ റേസ് ടു -1 ആണ് മൈനസ് ലോഗ് വൈ ഇസ് ഈക്വൽ ടു കെ വൈ പ്ലസ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ഇഫക്റ്റ് തന്നെയാണ് കേട്ടോ. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരു സൈഡിൽ എഴുതാം. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലോഗ് വൈ ഈക്വൽ ടു മൈനസ് കെ വൈ മൈനസ് ഓഫ് കെ വൈ പ്ലസ് ബി ഡാഷ് എന്ന് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ലോഗ് എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോൾ വൈ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ വൈ പ്ലസ് ബി ഡാഷ് മൈനസ് കെ വൈ മൈനസ് ബി ഡാഷ് വരും. ആൻഡ് ഇ റേസ് ടു ബി ഡാഷ് ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ അതിന് നമ്മളൊരു ബി എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുത്തിട്ട് ഇ റേസ് ടു മൈനസ് കെ വൈ എന്ന് പറഞ്ഞ് കൊടുക്കും. സോ വൈ ഈക്വൽ ടു ബി ഇ റേസ് ടു മൈനസ് കെ വൈ എന്ന് പറഞ്ഞ് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഗ് വൈ ഇൻവേഴ്സ് ഈക്വൽ ടു കെ വൈ പ്ലസ് ബി എഴുതാം. വെൻ യു ടേക്ക് എക്സ്പൊണൻഷ്യൽ വൈ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ റേസ് ടു കെ വൈ പ്ലസ് ബി ഡാഷ് വരും. And this is equal to e raised to ky into e raised to b dash. നമ്മൾ നേരത്തെ മാതിരി എഴുതിയ മാതിരി it's another constant b e raised to ky. So you will get y equal to y inverse എന്ന് പറയുന്നത് 1/y ആണ് അല്ലേ, റെസിപ്രോക്കൽ ആണ്. സോ y ഈക്വൽ ടു എന്ത് വരും? 1/b പ്ലസ് e raised to ky വരും. b പ്ലസ് അല്ല, b ഇൻറ്റു e raised to ky. ഓക്കെ, ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇങ്ങനെ തന്നെ എഴുതിയാലും മതി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സൊല്യൂഷൻ ഫൈനലായിട്ട് എഴുതണം. ഈ എക്സും വൈയും നമ്മുടെ സൊല്യൂഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൊല്യൂഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? യു ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എ ഇ റേസ് ടു ബി എക്സ് ഇൻറ്റു 1/b ഇ റേസ് ടു ഇ വൈ എന്ന് എഴുതാം. കെ വൈ ഇ റേസ് ടു കെ വൈ എന്ന് പറഞ്ഞ് എഴുതാം. ആൻഡ് എ ബൈ ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയത് കാരണം ദാറ്റ് ഈസ് കെ എ ഇൻറ്റു ഇ റേസ് ടു ബി എക്സ് അല്ല കെ എക്സ് ഇ റേസ് ടു കെ എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു കെ വൈ ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് കെ വൈ. സോ രണ്ടും കൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് എ ഇൻറ്റു ഇ റേസ് ടു k into x minus y. So this will be the solution of the given differential equation. So u equal to solution, final answer is u equal to a e raised to k into x minus y. This will be the solution of the given differential equation. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്താണ് സൊല്യൂഷൻ യൂസിങ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ജസ്റ്റ് നമുക്ക് സൊല്യൂഷൻ അസ്യൂം ചെയ്യുക, എന്നിട്ട് അതിനെ എന്താ പറയുക റീറൈറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് നമ്മൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സ്. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇത്തിരി വ്യത്യാസമുള്ളത്, അതിനൊരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ഇതാണ്: വി നീഡ് ടു സോൾവ് 3 into സോ ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടാവും. അതിൻ്റെ സൊല്യൂഷൻ ക്വസ്റ്റ്യൻ ഇതാണ്: വി നീഡ് ടു സോൾവ് 3 into ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് 2 into ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0 using separation of variables, given that u of x0 equal to 4 e raised to minus x. 4 e raised to minus x. സോ ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ. ഇനി നമുക്ക് ലാസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നേക്കുന്നത്. ബാക്കിയെല്ലാം സെയിം പ്രോസസ്സുകളാണ്, നമുക്ക് നേരത്തെ മാതിരിയുള്ള സെയിം പ്രോസസ്സുകളാണ്. ആദ്യം തന്നെ എന്ത് ചെയ്യും? വി അസ്യൂം ദ സൊല്യൂഷൻ ടു ബി യു ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് വാട്ട് വിൽ യു റൈറ്റ്? സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2 ആൻഡ് so I am separating this page. Okay, എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യാണ്. സോ ഡോ യു ബൈ ഡോ എക്സ് എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു
എക്സ് വൈ ഡാഷ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു എക്സ് വൈ ഡാഷ് എക്സ് ഡാഷ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് വരും. സോ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു എക്സ് ഡാഷ് വൈ ഈക്വൽ ടു minus 2 into xy dash. We are separating and we can write 3x dash by x equal to minus 2 into y dash by y. And next step endana, so this is a second step, and we write this equal to a constant k because x and y are independent variables. Now we take the variables separately and we integrate the equations separately. So first we will take 3x dash by x equal to k, and next we take minus 2y dash by y equal to k. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പിൽ 3x dash by x equal to k. സോ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? വി ആർ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഗെറ്റ് 3 ഇൻറ്റു log x because എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എക്സ് ഡാഷ്. ഇറ്റ് ഈസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് എ കിട്ടും. And this is equal to log x cube equal to kx plus a or a dash neither. So this is equal to x cube equal to kx, e raised to kx, e raised to a dash നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് a e raised to kx എന്ന് എഴുതി വയ്ക്കും. സോ x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? a raised to 1/3 e raised to kx by 3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ എന്താ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? വി ആർ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു y. സോ minus 2 into log capital Y equal to kx plus b dash, and this is equal to log y square, log y raised to minus 2 equal to kx plus b dash, and y dash or y raised to minus 2 equal to e raised to minus b is a constant b and e raised to kx. So we will get y square equal to or y equal to root of ആണ്. അപ്പോൾ y equal to എന്ന് പറഞ്ഞ് എന്ത് കിട്ടും? or y square equal to അല്ലെങ്കിൽ 1/y square equal to എന്ത് കിട്ടും? 1/b e raised to kx എന്ന് പറഞ്ഞ് വരും. or y equal to 1/root b or b raised to 1/2 e raised to kx അല്ല, ഇവിടെയൊക്കെ നമ്മൾ അറിയാണ്ട് kx എഴുതി, x അല്ല, it is ky ആണ് കേട്ടോ ഇവിടെ. this is y. we are integrating with respect to y, so ky e raised to ky and ky by 2 എന്ന് പറഞ്ഞു വരും. നോ ഈ എക്സും വൈയും എന്ത് ചെയ്യണം? ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1. സോ 1 എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് ഇൻറ്റു വൈ, യു ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു 1/3 ഇൻറ്റു ബി റേസ് ടു minus 1/2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വരും. സോ എ ഇ റേസ് ടു കെ എക്സ് ബൈ 3 ഇൻറ്റു ഇ റേസ് ടു minus ky by 2, or in other words this is equal to ka into e raised to k into k common ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ x by 3 minus y by 2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമ്മുടെ തീർന്നിട്ടില്ല. ഇവിടുത്തെ കെയും എയും എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നേക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇനീഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്തിൽ? യു ഓഫ് എക്സ് സീറോ, അതായത് എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിളിൽ വൈ സീറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ വൈ ഈക്വൽ ടു സീറോ നമുക്ക് എന്താ കിട്ടുന്നത്? 4 e raised to minus x ആണ് കിട്ടുന്നത്. സോ വെൻ വൈ ഈക്വൽ ടു സീറോ, നമുക്ക് വൈ സീറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ വൈ ഈക്വൽ ടു സീറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യു എന്ന് പറയുന്ന ഈ ഇക്വേഷൻ്റെ കേസ്, നമുക്ക് യുവിൻ്റെ ഇക്വേഷൻ ഇതാണല്ലോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ യു എന്ന് പറയുന്ന കേസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? വൈ സീറോ ആകുമ്പോൾ യു എന്താണ് നമുക്ക് തന്നേക്കുന്നത്? വൈ ഈക്വൽ ടു സീറോ മീൻസ് യു ഈസ് 4 e raised to minus x is equal to a e raised to k into x by 3 minus y by 2 എന്നാണ് നമുക്കുള്ളത് അല്ലേ. ആൻഡ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് a into e raised to k into 2x minus
സോറി x/3 മൈനസ് y/2. പക്ഷേ ഇവിടെ y എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് ഓൾറെഡി 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ ടേം ഉണ്ടാവില്ല, ഈ ടേം നമുക്ക് ഉണ്ടാവില്ല. സോ വി ക്യാൻ റീറൈറ്റ് ദ ഗിവൺ ഇക്വേഷൻ ആസ് k/3 ഇൻറ്റു k ഇൻറ്റു x മൈനസ് 3 എന്ന് പറഞ്ഞ് എഴുതാം. ബിക്കോസ് y മൈനസ് 2 ഈ വൈക്ക് എന്തായിട്ട് കൊടുക്കണം, 0 ആയിട്ട് എടുത്തിട്ട് കൊടുക്കണം. സോ y/2 എന്ന് പറഞ്ഞ് കിട്ടും. സോ 4e−x ഈക്വൽ ടു a ഇൻറ്റു x/3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള a എന്തിനോട് ഇക്വലൻ്റ് ആണെന്ന് നമുക്ക് കിട്ടും, 4നോട് ഇക്വലൻ്റ് ആണെന്ന് കിട്ടും. ഇനി e⁻kx/3 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എക്സ്പോണൻസുകൾ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ e⁻x ഈക്വൽ ടു e⁻k ഇൻറ്റു x/3 എന്നാണ് നമുക്കുള്ളത്. സോ എന്ത് നമുക്ക് പറയാൻ പറ്റും, -x ഈക്വൽ ടു k/3x അല്ലെ, k/3x എക്സും ക്യാൻസൽ ആകും. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k ഈക്വൽ ടു -3. സോ kയുടെ വാല്യൂ എന്ത് കിട്ടും, -3 കിട്ടും. k ഈക്വൽ ടു -3. സോ വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ, ഫൈനലി വി വിൽ ഗെറ്റ് ദ ആൻസർ ടു ബി u ഈക്വൽ ടു a നമുക്ക് ഇവിടെ എന്താ കിട്ടിയിരുന്നത്, a⁻k x/3 k ഇൻറ്റു x/3 മൈനസ് y/2. സോ a ഈസ് 4 k എന്താ നമുക്ക് കിട്ടിയിരിക്കണേ, -3 ഇൻറ്റു x/3 മൈനസ് y/2. സോ ദിസ് വിൽ ബി ദി ഫൈനൽ ആൻസർ ഓഫ് ദി ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു പോയിന്റുകൾ, അതായത് k എന്ന് പറയുന്നതും ഇവിടുത്തെ a എന്ന് പറയുന്നതും ഈ രണ്ട് വേരിയബിൾസുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഈ തന്നേക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെയും ചെയ്ത് നോക്കാം. ഇതേപോലത്തെ തന്നെ പ്രോബ്ലമാണ്. വി നീഡ് ടു സോൾവ് dou/dou x is equal to 2 into dou/t plus u, given that u of x0 equal to 6e−3x. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. dou/dou x ഈക്വൽ ടു 2 dou/dou t പ്ലസ് യു. സോ ഇവിടെ നോക്കി, ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, എക്സും ടിയും ആണ് അല്ലേ. എക്സും ടിയും ആണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സൊല്യൂഷൻ എഴുതുമ്പോൾ യു ഈക്വൽ ടു എക്സ് ഇൻറ്റു ടി എന്ന് പറഞ്ഞാണ് നമ്മൾ സൊല്യൂഷൻ എഴുതുന്നത്. ഓക്കെ, ഇവിടെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ച് ചെയ്യണമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കിവിടെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എടുത്ത് എഴുതാം. അതെങ്ങനെയൊക്കെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള യു, എല്ലാ ടേംസിലും യു ഉണ്ടെങ്കിൽ വി ക്യാൻ സോൾവ് ഇറ്റ് യൂസിങ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അപ്പോൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മനസ്സിലാക്കാനുള്ള എളുപ്പവഴി ഇതാണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എല്ലാ ടേംസിലും ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ചെയ്യും. സോ യു ഈക്വൽ ടു എക്സ് ടി എന്ന് പറയുന്നത് നമ്മളെടുത്തു. ദിസ് ഇസ് ദ ഗിവൺ ഇക്വേഷൻ. നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ ലാസ്റ്റാണ് നമുക്ക് വേണ്ടത്. ലാസ്റ്റ് വേണ്ട സാധനം അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. യു ഈക്വൽ ടു എക്സ് ടി എന്ന് പറഞ്ഞ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്, വേരിയബിൾ സെപ്പറബിൾ ചെയ്യാൻ പോവാണ്. സോ dou/dou x എന്ന് പറയുന്നത് എന്ത് വരും, dou/dou x. അത് ഞാൻ വീണ്ടും എഴുതുന്നില്ല, x' ടിയും x t' ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x' y അല്ല, x' t ഈക്വൽ ടു 2 ഇൻറ്റു x t' പ്ലസ് യു. യു എന്ന് പറയുന്നത് എന്താണ്, xt. അത് പ്രത്യേകം എഴുതിക്കൊള്ളണേ, ഇറ്റ് ഈസ് ഈക്വൽ ടു xt. സോ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, x' t ഇവിടെ നോക്കി, ഇവിടെ എക്സ് ടി ഒന്നെങ്കിൽ ഇതിൻ്റെ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഏത് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എക്സ് ടീന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. x' t മൈനസ് എക്സ് ടി ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് t'. ഇവിടെ ഒരു 2 വരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത് കേട്ടോ. ഇവിടെ ഒരു 2 x t' കൂടെ വന്നുകൊണ്ടാണ് ഞാൻ അതിനപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് x' മൈനസ് എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 2x t' എന്ന് പറഞ്ഞു വരും. അപ്പോൾ എന്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ദിസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ആസ് x' മൈനസ് എക്സ് the whole divided by x is equal to 2 into t'/t. ഇങ്ങനെ നമുക്ക് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് k. നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലേ. ആദ്യം എടുക്കുന്നത് x'/x ഈക്വൽ ടു kയും പിന്നെന്താണ് 2t'/t ഇസ് ഈക്വൽ ടു k എടുത്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും,
ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്പേസ് വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡാഷ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു കെ ഡി എക്സ്. ഇൻ്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറഞ്ഞു. ഇനി എക്സ് ഡാഷ് മൈനസ് എക്സിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഇൻ്റഗ്രൽ എക്സ് ഡാഷ് ബൈ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ്, ദാറ്റ് ഈസ് ഡി എക്സ്. എക്സ് ബൈ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തോരും? ഇൻ്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ സാധിക്കും. ഇൻ്റഗ്രൽ എക്സ് ഡാഷ് ബൈ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ലോഗ് എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് എ ഓർ എ ഡാഷ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ സാധിക്കും. കെ എക്സ് പ്ലസ് എ ഓർ ലോഗ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് ഇൻറ്റു ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് സ്മോൾ എക്സ് ആണ്, ബിക്കോസ് വി ആർ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സ്മോൾ എക്സ്. എന്ത് കിട്ടും? കെ മൈനസ് വൺ ഓർ കെ പ്ലസ് വൺ, കെ മൈനസ് വൺ അല്ല, കെ പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് എ ഡാഷ് എന്ന് പറഞ്ഞ് വരും അല്ലേ? ബിക്കോസ് മൈനസ് എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് എക്സ് ആവും. സോ എക്സ് ഈക്വൽ ടു എന്ത് പറയും? ഇ റേസ് ടു എ ഡാഷ് ഈസ് സം കോൺസ്റ്റൻറ്റ് എ ഇ റേസ് ടു കെ പ്ലസ് വൺ എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഈ 2t ഡാഷ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 2t ഡാഷ് ബൈ ടി ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഓർ ഇൻ്റഗ്രൽ കെ ഡി ടി. കെ ഡി ടി എന്താണ്? കെ ടി ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ലോഗ് ടി ഇസ് ഈക്വൽ ടു കെ ടി പ്ലസ് ബി ഡാഷ് എന്ന് പറഞ്ഞ് കിട്ടും. ഓർ ടി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇ റേസ് ടു ബി ഡാഷ് ഈസ് സം കോൺസ്റ്റൻറ്റ് ബി ഇൻറ്റു ഇ റേസ് ടു കെ ടി എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. സോ എക്സ് ഈക്വൽ ടു ദിസ് വൺ, ടി ഈക്വൽ ടു ദിസ് വൺ. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് യു? യു എന്ന് പറയുന്നത് എന്ത് വരും? യു ഈക്വൽ ടു ഫ്രം ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2ൽ എന്താണ്? എക്സ് ഇൻറ്റു ടി ആണ്. ആൻഡ് എക്സ് ഇസ് എ ഇ റേസ് ടു കെ പ്ലസ് വൺ ഇൻറ്റു എക്സ് ഇൻറ്റു ബി ഇ റേസ് ടു കെ ടി. നമുക്ക് എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു സം ക്യാപിറ്റൽ എ ഇൻറ്റു ക്യാപിറ്റൽ എ എവിടെ നിന്നാണ് വന്നത്? സ്മോൾ ലെറ്റർ എ ഇൻറ്റു സ്മോൾ ലെറ്റർ ബി. സോ എ ഇൻറ്റു ഇ റേസ് ടു കെ പ്ലസ് വൺ എക്സ് പ്ലസ് കെ ടി. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ സൊല്യൂഷൻ. നമുക്ക് ഇവിടെ ഒരു 2 കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ എഴുതാൻ മറന്നുപോയി. ഇവിടുത്തെ ഒരു 2 log ടി ഉണ്ടായിരുന്നു. സോ ടി സ്ക്വയർ ആണ് കേട്ടോ വരുന്നത്. ഇവിടെ നമുക്ക് ടി സ്ക്വയർ വിൽ ബി ദിസ് വൺ. സോ ടി വിൽ ബി, ടീൻ്റെ കാര്യം എഴുതിയില്ല. ടി എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുക? ടി ഇവിടെ എന്തായിട്ട് കിട്ടണം? ടി വിൽ ബി ഈക്വൽ ടു, ഞാനത് എഴുതാൻ മറന്നുപോയി. ടി എന്ന് പറയുന്നത് എഴുതാൻ മറന്നുപോയി, അത് എഴുതാണ് ഇവിടെ. ടി ഈക്വൽ ടു എന്താണെന്നുള്ളത് എഴുതാണ്. ടി ഈക്വൽ ടു ടി ഇതിൻ്റെ റൂട്ട് വരും. സോ ടി ഈക്വൽ ടു ബീൻ്റെ റൂട്ട് എന്നുള്ളത് ബി ഡാഷ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളെടുക്കും. കെ ടി ബൈ 2 ആണ്. ആ 2 എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, സോറി. സോ ദിസ് വിൽ ബി കെ ടി ബൈ 2. ഓക്കെ. സോ ഇത്രയും നമ്മൾ സൊല്യൂഷൻ്റെ മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ വെച്ച് നിർത്തരുത്. നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സൊല്യൂഷൻ്റെ എയും കെയും കണ്ടുപിടിക്കണം. സോ ഇനീഷ്യൽ സൊല്യൂഷൻ തന്നേക്കുന്നത് എന്താണ്? വൈ ഈക്വൽ ടു 0 ആകുമ്പോൾ യു ഈക്വൽ ടു, നമ്മുടെ ഇവിടെ തന്നേക്കുന്ന ഇക്വേഷൻ എന്താണ്? യു ഈക്വൽ ടു എ ഇ റേസ് ടു കെ പ്ലസ് 1 എക്സ് പ്ലസ് കെ ടി ബൈ 2. kt the whole divided by 2. kt the whole divided by 2. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് y ഈക്വൽ ടു 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യുവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? y ഈക്വൽ ടു 0 ആയാൽ യു എന്ന് പറയുന്നത് എന്ത് വരും? യു ഈസ് ഗിവൺ ടു ബി 6 e raised to minus 3x. 6 e raised to minus 3x is equal to a into y അല്ല നമുക്കിവിടെ 0. എഗെയിൻ ഒരു ചെറിയ മിസ്റ്റേക്ക്, ടി ആണ് 0, ബിക്കോസ് വി ആർ ഗിവൺ ദ വേരിയബിൾ ടി. സോ ടി ഈക്വൽ ടു 0 ആണ് നമുക്ക് വേണ്ടത്. ടി 0 ആകുമ്പോൾ എന്ത് നമുക്ക് കിട്ടും? എ ഇ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 0 കിട്ടും. ബിക്കോസ് ടി ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ കെ ടി ബൈ 2 0 ആയിരിക്കും. സോ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ നിങ്ങൾക്ക് എന്താ കിട്ടുക? 6. ആൻഡ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു -3, which implies k equal to എന്ത് വരും? -1.
4 വരും. So what is the final answer of the given equation? The final answer of the given equation is u equal to a, that is 6 e raised to k plus 1. k plus 1 എന്ന് പറയുന്നത് minus 3x plus k by 2. kt by 2. kt by 2 എന്ന് പറയുന്നത് എന്താണ്? kt by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, kt by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു k എന്താ -4/2t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2t ആണ്. സോ kt by 2 is -2t. സോ പ്ലസ് -2t. So this is equal to 6 into minus of 3x plus 2t. So this will be the final answer. U equal to 6 into e raised to minus 3x minus 2t or minus of 3x plus 2t. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാ ഇക്വേഷൻസുകളിലും നമുക്ക് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ ചെയ്യുന്നതൊക്കെ ഒരേ മെത്തേഡ് തന്നെയാണ്. ഓൺലി ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു റൈറ്റ് ദ സൊല്യൂഷൻ, അസ്യൂം ദ സൊല്യൂഷൻ ആസ് x into y or x into t. We need to separate the equation by using the given question, and we need to find the value of capital X and capital T or capital X and capital Y using the direct integration, and we substitute in the assumed solution as u, and finally we get the answer. In case you are given some initial conditions, we need to apply that initial condition to get the values of constants, which is a and k, and when we substitute the values in the final solution, we get the required solution of the given initial values problem. Okay, ഇതാണ് separation of variables in the method.